നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി 3-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. നമുക്ക് ആദ്യം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങളെ പ്രത്യേകം ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറയാം. മകരക്കൂറുകാർക്ക് ജന്മരാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യലാഭം, നാൽക്കാലി ലാഭം, കാര്യസാധ്യം എന്നിവയാണ് ഫലം. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറയാം. വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന മകരക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. നിസ്സാര ചികിത്സകൾ ചെയ്ത് രോഗമുക്തി നേടിയെടുക്കാനാവുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെടുന്നതാണ്. കൂടാതെ ബിസിനസ് ഒക്കെ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കതായി അന്യോന്യം സ്ഥലമാറ്റം ലഭിക്കുന്നതാണ്. കാർഷിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിശ്വസ സേവനത്തിനൊക്കെ പ്രശസ്തി പത്രങ്ങൾ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്കും മികച്ച സമയമാണ്. വ്യാപാരികൾ വിതരണ സമ്പ്രദായമൊക്കെ മെച്ചപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.